വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ പിതാവിന് കുത്തേറ്റു. പ്രതി അർജുന്റെ ബന്ധുവാണ് ആക്രമിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം? എവിടെ വെച്ചാണ് ഈ ആക്രമണം? ഗോകുൽ, ഇന്ന് രാവിലെ ഈ ലയത്തിന് സമീപം, അതായത് ഈ കുട്ടിയുടെ പിതാവ് താമസിക്കുന്ന ലയത്തിന് സമീപത്താണ് ഇത്തരത്തിൽ അർജുന്റെ ചിറ്റപ്പനായ പാൽരാജും ഈ കുട്ടിയുടെ പിതാവും തമ്മിൽ തർക്കമുണ്ടായത്. ഇതേ വിഷയത്തിലായിരുന്നു തർക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തർക്കത്തിനൊടുവിലാണ് ഇയാൾ കത്തി ഉപയോഗിച്ച് കുത്തിയത്. പക്ഷെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി നൽകിയ ഹർജിയെല്ലാം ഫയൽ സ്വീകരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം. എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പരിക്കേറ്റ കുട്ടിയുടെ പിതാവിന്റെ നില, ആരോഗ്യനില തൃപ്തികരമെന്ന് ആണ് നിലവിൽ ലഭിക്കുന്ന വിവരം. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഈ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് സംഭവം നടന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു വശത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇതിന് പിന്നാലെ ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ ഈ വിഷയത്തിൽ എന്താണ് ഇനി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഗോകുൽ. വിഷ്ണു, കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. കൃത്യമായ ഇടപെടൽ അപ്പീൽ നൽകുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടാവണം. ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് ഈ കേസിലെ വിധിക്കെതിരെ അവർ അപ്പീൽ നൽകുകയും ഒക്കെ ചെയ്തതാണ്. ഈ നിരന്തരമായ ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ കടക്കുന്ന ഘട്ടത്തിൽ അവരെ ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത സമൂഹത്തിലൂടെ ഉണ്ടാവുന്നു, അല്ലേ? ഗോകുൽ, തീർച്ചയായും സംരക്ഷണം ഒരുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. പക്ഷേ അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചതും ഈ തർക്കം പെട്ടെന്നൊരു കുത്തിലേക്ക് ഉൾപ്പെടെ കടന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തതയില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇരുവരും തമ്മിൽ ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ കത്തി ഉപയോഗിച്ച് കുത്തിയതെന്നാണ്. അപ്പോൾ ഈ പിതാവിന് അത് തടുക്കാൻ സാധിച്ചില്ല, അങ്ങനെ കുത്തേൽക്കുകയായിരുന്നു. പക്ഷേ കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരം. മറ്റ് വിശദാംശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണം, പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായി തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ അവർ നേരിട്ട് കണ്ടത്. കോടതി ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. അത്തരം പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇരുവരും തമ്മിൽ എന്ത് വിഷയത്തിലാണ് തർക്കമുണ്ടായത്, അല്ലെങ്കിൽ പ്രകോപനപരമായി എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ആണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. നിലവിൽ ഈ കുത്തേറ്റ ഈ പെൺകുട്ടിയുടെ പിതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗൂഗിൾ. വിഷ്ണു, ഇവരെല്ലാം താമസിക്കുന്ന ലയത്തിലാണ്, തൊട്ടടുത്ത മുറികളിലൊക്കെ താമസിക്കുന്നവരാണ്. ഈ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബവും ഈ പ്രതിയായി അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ്റെ കുടുംബവും എല്ലാം തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്, വളരെ അടുപ്പവും പരിചയമുള്ളവരാണ്. പക്ഷേ ഇത്തരം ഒരു കൃത്യം നടന്നതോടുകൂടി, അർജുൻ പ്രതിയാക്കപ്പെട്ടതോടുകൂടി ഇവരുടെ എല്ലാം ഇടയിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അന്ന് കോടതി വിധിക്ക് ശേഷം, അർജുനെ കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള വിധിക്ക് ശേഷം വലിയ വൈകാരിക പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരുടെ ഇടയിൽ നിന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും ഈ കേസുമായി മുന്നോട്ട് പോകുന്നു കുടുംബം, അല്ലെങ്കിൽ അർജുൻ നിയമ നടപടികളിൽ ഉൾപ്പെടും എന്നതാണോ ഈ പ്രകോപനം? ഗോകുൽ, ഈ കുട്ടിയുടെ വീടും അർജുൻ്റെ വീടും തൊട്ടടുത്താണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ അവർ അവിടെ നിന്ന് വീട് ഉപേക്ഷിച്ച് പോയിരുന്നു. പക്ഷേ അർജുൻ്റെ ബന്ധുക്കളെല്ലാം ആ പരിസരത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ അർജുൻ കുറ്റവിമുക്തനായ ഘട്ടത്തിൽ കോടതിയിൽ സംഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് നമ്മൾ ഈ സംഭവത്തെയും വിലയിരുത്തുന്നത്. കാരണം നിലവിൽ പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ വീണ്ടും ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുന്നു. അർജുനെതിരെ കൂടുതൽ തെളിവുകളുണ്ട്, തങ്ങൾക്ക് സമർപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി തങ്ങൾ സമർപ്പിച്ച തെളിവുകളെല്ലാം വസ്തുതാപരമാണ്. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഇനിയും വേണമെന്നുള്ള ആവശ്യം ഒരു വശത്ത് ശക്തമാകുകയാണ്. പക്ഷേ ഒരിക്കൽ നിരപരാധി എന്ന് കോടതി വിധിച്ച ഒരാളെ വീണ്ടും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ളതാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന ഒരു പ്രതികരണം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണം. പക്ഷേ ഈ കേസിൽ ഏറ്റവും അവസാനം വരെ, നീതി ലഭിക്കുന്നവരെ പോരാട്ടം തുടരുമെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ആ രണ്ട് പ്രശ്നം, അല്ലെങ്കിൽ രണ്ട് വാദങ്ങൾ തമ്മിലുള്ള തർക്കം തന്നെയാണ് ഇത്തരം ഒരു ആക്രമണ സംഭവത്തിലേക്ക് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ
പരിക്കേറ്റ കുട്ടിയുടെ പിതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ ഈ കുത്തി എന്ന് പറയുന്ന അർജുന്റെ ചിറ്റപ്പനാണ്, പിതാവിന്റെ സഹോദരനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാളെ തേടി അല്ലെങ്കിൽ അയാളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ ലയത്തിന് സമീപം, അതായത് ഈ കുട്ടിയുടെ പിതാവ് താമസിക്കുന്ന അല്ലെങ്കിൽ കുടുംബം താമസിക്കുന്ന ലയത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ തർക്കമുണ്ടായത്. ഈ തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കുത്തിലേക്കും ഒരു അക്രമ സ്വഭാവത്തിലേക്കും മാറിയത്. എന്താണ് ആ പ്രകോപന കാരണം, എന്താണ് ഇവർ തമ്മിൽ ഉണ്ടായ കൃത്യമായി എക്സാക്റ്റായി സംസാരിച്ചത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി ആ വിവരം ലഭിച്ചിട്ടില്ല. കുട്ടിയുടെ പിതാവുമായി നമ്മൾ അല്ലെങ്കിൽ കുടുംബവുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു അവർ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യത നിലവിൽ തുലോം തുച്ഛമാണ്. പക്ഷേ ഈ തർക്കം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ അർജുനെതിരെ കൂടുതൽ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോകുൽ, ഏതായാലും വലിയ ക്രൂരതയായി പോയി. കാരണം 6 വയസ്സുകാരിയായ മകളുടെ കൊലപാതകത്തിൽ അവളെ ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അത് പ്രതി ആരാ എന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ആ കേസിൽ തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഇത്ര കാലം ഞങ്ങളുടെ മുന്നിൽ പ്രതി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയ ഈ കേസെല്ലാം നടത്തിയ ശേഷം ഒടുവിൽ അയാൾ കുറ്റവിമുക്തനായി കൈയും വീശി ഇറങ്ങിപ്പോകുന്നു എന്ന് കണ്ട് അലമുറയിട്ട് കരയുന്ന ആ കുട്ടിയുടെ അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ കണ്ടതാണ്. അന്ന് അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവ് തന്നെ ഈ പ്രതിയെ കൊല്ലും എന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കുന്നു. ആ പിതാവിന്, ആ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ട കുടുംബം വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്. അങ്ങേയറ്റം അപലപനീയമായൊരു സാഹചര്യം. അവരുടെ സുരക്ഷിതത്വത്തിന് യാതൊരു വിലയില്ല. അവരുടെ നീതി തേടിയുള്ള അവരുടെ യാത്രയിൽ അവർക്കിനി ആരാണ് അവർക്കൊപ്പം ഉണ്ടാവുക എന്ന സംശയം, ആശങ്കയൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് അല്ലെങ്കിൽ അത്തരം ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പിതാവിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന വിവരമാണ് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിഷ്ണു, ഈ സംഭവം തുടർച്ചയായി ഈ കാര്യത്തിൽ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായൊക്കെ പിന്നാക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ നിന്ന് വരുന്ന കുടുംബമാണ്. അവരുടെ നിയമ പോരാട്ടങ്ങളിൽ പോലും അവരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയൊക്കെ കെടുത്തുന്ന തരത്തിലല്ലേ ഇങ്ങനെ നേരിട്ടൊരു ആക്രമണം കൂടി വരുമ്പോൾ? ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് ആ സംഭവം, അതായത് കോടതി അർജുനെ കുറ്റവിമുക്തനാക്കിയ ആ ഘട്ടം മുതൽ ആ കുടുംബം ഒറ്റയ്ക്കാണ് നീതിക്കായി പോരാടുന്നത്. സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു വീഴ്ചയാണ് തങ്ങളുടെ മകൾക്ക് നീതി നിഷേധിച്ചതെന്ന് ആ കുടുംബം ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ മകൾക്ക് നീതിക്കായി എല്ലാ വാതിലുകളും മുട്ടി തുടങ്ങുന്ന ഒരു സമയമാണ്. മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. അങ്ങനെ അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരമൊരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധങ്ങൾ പോലീസിനെതിരെയും പ്രോസിക്യൂഷനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. കൃത്യമായി തെളിവുകൾ സമാഹരിച്ചില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പോലീസ് കാര്യമായൊരു സുരക്ഷ ഈ കുടുംബത്തിന് ഉറപ്പാക്കാത്തത് വലിയ വീഴ്ച തന്നെയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ പോലീസ് പറയുന്നത് ഇതൊരു അപ്രതീക്ഷിതമായ സംഭവമാണ്. ഇരുവരും തമ്മിൽ പെട്ടെന്നുണ്ടായ തർക്കം അത് ഈ കുത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതിനപ്പുറത്ത് ഇതൊരു ആസൂത്രിതമായ നടപടിയായി തങ്ങൾ കരുതുന്നില്ല എന്നൊരു വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. അങ്ങനെ കരുതിയാൽ പോലും ഇത് അത്യന്തം ദാരുണമായ സംഭവമാണ്. 2021 ഈ കൊലപാതകം നടക്കുന്നത്. കൊലപാതകം എന്ന് ഈ ഘട്ടത്തിൽ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ആരാണ് കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അന്ന് പോലീസ് സമർപ്പിച്ചത് റിപ്പോർട്ടിൽ അതിദാരുണമായ പീഡനവും അതിദാരുണമായ കൊലപാതകവും എന്നാണ് പറഞ്ഞത്. 3-ാം വയസ്സ് തൊട്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. ഈ കുറ്റാരോപിതനായ അർജുൻ ആണ് പീഡിപ്പിച്ചത് എന്നുള്ളതെല്ലാമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ആ കണ്ടെത്തലിലൊന്നും വസ്തുതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അർജുനെ കുറ്റവിമുക്തനാക്കിയത്. അതിൽ തങ്ങൾക്ക് തെറ്റുപറ്റി ആ അന്വേഷണ ഉദ്യോഗസ്ഥന് സംഭവിച്ച വീഴ്ച അക്കമിട്ട് നിരത്തിയാണ് കോടതി എന്ന വിധി പ്രസ്താവത്തിൽ കാര്യങ്ങൾ നിരത്തിയത്. അങ്ങനെ ഈ കുടുംബം ഒന്നാകെ ഒറ്റപ്പെട്ട് നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധികൾ, ഒരുപക്ഷെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ ആ കുടുംബം കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ട വിഷ്ണു തുടരുക. ഇപ്പോൾ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, അങ്ങേയറ്റം ദാരുണമായ സംഭവം. ഈ കുടുംബത്തിന് ഇനി ആരാണ് പ്രതീക്ഷ, ആരാണ് ആശ്രയം? അവർക്ക് തുടർ നിയമ പോരാട്ടങ്ങളിൽ പോലും അല്ലെങ്കിൽ പുറത്ത് ഈ നാട്ടിൽ ജീവിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ ആക്രമിക്കുകയാണ്. ഇത്ര വലിയ കടുത്ത നീതി നിഷേധം നേരിട്ട ശേഷവും അവരെ വേട്ടയാടുകയാണ്. ഈ സംഭവത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഈ സർക്കാരാണ്. ഏത് തരത്തിലാണ് ആ കുടുംബത്തെ ഈ സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ
സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതി നിഷേധം നേരിട്ട ഒരു കുടുംബമില്ല. പോക്സോ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ എത്രത്തോളം ദാരുണമായിട്ടാണ് കൊന്നൊടുക്കിയത്. ആ കൊന്നൊടുക്കിയ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും ഉപയോഗിച്ച് അതെല്ലാം ചെയ്തു. അവർക്കൊരു മാന്യമായ ഒരു സംരക്ഷണം പോലും ഈ പ്രതികളിൽ നിന്ന് കൊടുക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല? ഇവിടുത്തെ പോലീസ് എവിടെയാണ്? ഇവിടുത്തെ നിയമ സംവിധാനം എവിടെയാണ്? അവർക്കൊരു നിയമപരിരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഈ പറയുന്നത് പോലെ പ്രതിയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ട് അവരുടെ പോലും ജീവാപായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുഞ്ഞിന്റെ അച്ഛനെ പോലും വകവരുത്താൻ വേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ കുത്തിയത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ. അല്ലാതെ അതിനപ്പുറത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള തർക്കം അവിടെ നിൽക്കുന്നുണ്ടോ? അല്ലല്ലോ. അപ്പൊ ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ നാട് ഫാസിസ്റ്റ് ഭരണത്തിന്റെ എന്താ പറയുക ഒരു നീരാളിപ്പിടുത്തത്തിൽ അമർന്നിരിക്കുന്നു എന്നുള്ള ഒരു തരത്തിലേക്കുള്ള ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയും UDF നടത്തും. ഞങ്ങൾ സ്ത്രീജാലയുമായി നാളെ വണ്ടിപ്പെരിയാറിൽ വലിയ വനിതാ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും ഞെട്ടലോടുകൂടി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയിലാണ്, ഇതിനിടയിലാണ് ഈ പ്രശ്നം അറിഞ്ഞത്. ഞാൻ ആ കുട്ടിയുടെ അച്ഛന്റെ അനിയനുമായി സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ അവിടെ ചികിത്സയിലാണ്. മിക്കവാറും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്യധികം ദാരുണമായ സംഭവമാണ്. അക്കാര്യത്തിൽ കേരളത്തിന്റെ പൊതുമനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു. ശ്രീ ഡീൻ കുര്യാക്കോസ്, നമ്മൾ ഇതിന് സമാനമായ സംഭവങ്ങളൊക്കെ ഉത്തരേന്ത്യയിലും മറ്റും കേട്ടിട്ടുണ്ട്. പരാതി നൽകിയ ആളുകളെ അല്ലെങ്കിൽ ഇരകളുടെ കുടുംബത്തിനെയൊക്കെ പിന്നാലെ നടന്ന് അല്ലെങ്കിൽ പിന്തുടർന്ന് ആക്രമിക്കുക, അവരെ ഇല്ലാതാക്കുക എന്നൊക്കെ തരത്തിലുള്ളത്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങേയറ്റം അപമാനകരവും അങ്ങേയറ്റം ആശങ്കയുയർത്തുന്നതല്ലേ? ഇവരെവിടെയാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്? ഇവരെവിടെയാണ് ഇരകളോടൊപ്പം നിന്നിട്ടുള്ളത്? ഇവർ വേട്ടക്കാരോടൊപ്പം നിൽക്കുകയാണ്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമല്ലേ ആ കുടുംബത്തെ. ഞാൻ ചോദിക്കട്ടെ, പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. കുറ്റം സംബന്ധിച്ചതിന് ആനുപാതികമായി തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടിട്ടാണ് ആ പ്രതികൾ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി ആ കുടുംബത്തെ വേട്ടയാടി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നല്ലേ പോലീസ്. അപ്പൊ ഇത്രത്തോളം ദാരുണമായ ഒരു പശ്ചാത്തലം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യം. അതുകൊണ്ട് നമ്മൾ വെറുതെ പ്രതിഷേധം രേഖപ്പെടുത്തി പോവുക എന്നുള്ളതല്ല, തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട. നിർഭയ സംഭവം ഉണ്ടായപ്പോൾ രാജ്യത്തിന്റെ മനസാക്ഷി ഉണർന്നതിന് സമാനമായ സ്ഥിതിയിലേക്ക് കേരളത്തിലെ പൊതുമനസാക്ഷി ഉണരേണ്ട സമയമാണ്. ഇവിടെ എവിടെ പോയിരിക്കുന്നു ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ? എവിടെ പോയിരിക്കുന്നു? അവരെല്ലാം ഇടതുപക്ഷ നേതൃത്വത്തിന്റെ കാൽച്ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഈ ഗവൺമെന്റിന്റെ സുഖശീതളയിൽ അവർ വിരാജിക്കുകയാണ്. അവർക്ക് അതല്ലാതെ മറ്റൊരു തൊഴിലുമില്ല. തൊഴിലില്ലാത്ത ഗവൺമെന്റിന്റെ കുഴലൂട്ടുകാരായി കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്താണ് ഇവിടെ എന്തുമാകാം എന്നുള്ള തരത്തിലേക്ക് പ്രതിപക്ഷമല്ലാതെ മറ്റൊരു തരത്തിലും ഈ കുടുംബത്തോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷമല്ലാതെ മറ്റാരാണ് നിന്നിട്ടുള്ളത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും ഭാഗത്ത് ഉണ്ടായോ? അപ്പൊ ഇതെല്ലാമാണ് ഈ പ്രതികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള പ്രതീതി ജനിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധത്തിലൂടെ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ കടന്നുപോകും. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സ്ത്രീ ജ്വാല നടത്തപ്പെടുകയാണ് വണ്ടിപ്പെരിയാറിൽ. കേരളത്തിന്റെ പൊതുസമൂഹം അതിശക്തമായ ഭാഷയിൽ നിർഭയ സംഭവത്തിന് സമാനമായ വിധത്തിലെങ്കിലും പ്രതികരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഡീൻ കുര്യാക്കോസ്, ഒരു കാര്യം കൂടി, വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നടന്നതാണ്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ മാർച്ച് നടന്നു. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് വലിയ പ്രതിഷേധം നടന്നതാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ കുടുംബത്തിന് ഒരു സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം കൂടി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കും സാമൂഹ്യ സംഘടനകൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾക്കൊക്കെ അത് ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം കൂടിയല്ലേ ഈ ആക്രമണം സൂചിപ്പിക്കുന്നത്? ഞങ്ങൾ ആ കാര്യത്തിൽ ഏതെല്ലാം തരത്തിൽ ഇടപെട്ടു എന്നുള്ളത് ഏതായാലും ചോദ്യം വളരെ നന്നായി. കാരണം ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഇരകളാക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് ഇടതുപക്ഷ കുടുംബമാണ്. അവരുടെ സഹോദരി എന്ന് പറയുന്നത് പിന്നീടിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, CPIയുടെ നേതാക്കന്മാരാണ്. ഇവിടെ പ്രതി എന്ന് പറയപ്പെടുന്നത് CPMന്റെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ്, റെഡ് വാളണ്ടിയർ ആണ്, DYFIയുടെ നേതാവാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കത് രാഷ്ട്രീയമൊന്നുമില്ല. ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, ഞങ്ങളുടെ KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ് എന്ത് വേണ്ട ഈ സംഭവം ഉണ്ടായ കാലഘട്ടം മുതലേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാരെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു. അവരുടെ അവസാനം എന്താ, ഈ പ്രതി രക്ഷപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ നേതാക്കന്മാരോട് സന്ദർശനം നടത്തി. ഞങ്ങൾ എല്ലാവരും പോയി. തന്നെയുമല്ല, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ അവരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി ശ്രീ ഡീൻ കുര്യാക്കോസ് തുടരുക. ഞാനിപ്പോൾ ഈ പിതാവിൻ്റെ കുത്തേറ്റ പിതാവിൻ്റെ സഹോദരൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വണ്ടിപ്പെരിയാർ ആശുപത്രിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പരിക്ക്? എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്?
ഹലോ, പശ്ചിമല ജംഗ്ഷനിലാണ്. എന്താണ് സംഭവിച്ചത് അവിടെ? ഇവിടെ ചേട്ടനും അച്ഛനും മരണത്തിന് പോവുമായിരുന്നു. ആ ബൈക്കിൽ പോകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കടകളെ വെച്ച് തെറി വിളിച്ചെന്ന് ഇവർ ഇറങ്ങി നിന്നപ്പം ഓടി വന്ന് ചാടി വന്ന് കത്തിയെടുത്ത് ചേട്ടനെയും പുറവശവും കാലിലും മറ്റേ അച്ഛന്റെ പുറയിലും കുത്തേറ്റു. കുത്തേറ്റ് കഴിഞ്ഞ നേരെ ആള് ഓടിപ്പോയി നേരെ CPM ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ ഇത് എഴുതാൻ പോയേക്കുന്നത്. കുത്തിയ ആള്, അതായത് ഈ ആക്രമിച്ചയാൾ നേരെ CPM ഓഫീസിൽ പോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ അതെ. ഇതെവിടെയാണ് ഈ സംഭവം? ഇത് വന്ന് വണ്ടിപ്പെരിയാർ പശ്ചിമ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സംഭവം നടന്നേക്കുന്നത്. ടൗണിനകത്ത്. എവിടെയാണ് വണ്ടിപ്പെരിയാറിലെ? പശ്ചിമ ജംഗ്ഷൻ ജംഗ്ഷനിലാണ് ഈ സംഭവം. അതായത് എന്താണ് ഈ തർക്കത്തിന് കാരണം? ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായോ, അതോ പെട്ടെന്ന് വന്ന് ആക്രമിക്കുകയായിരുന്നു? വാക്ക് തർക്കം നമ്മൾ അങ്ങനെ ഒന്നുമില്ല. നമ്മളുമായിട്ട് അവരുമായിട്ട് പണ്ട് തൊട്ട് നമുക്ക് നമ്മുടെ കൊച്ചു മരിച്ചത് തൊട്ട് നമുക്ക് വിഷയമുണ്ടല്ലോ. അതെ, പ്രതി വിട്ടത് തൊട്ട് നമുക്ക് വിഷയമുണ്ട്. ഇപ്പൊ ഇന്ന് തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? തടഞ്ഞു നിർത്തി. ഇവര് ഒരു മരണ ചടങ്ങിന് പോകുന്ന വഴിക്കാണ് സംഭവം നടന്നേക്കുന്നത്. ഇവര് പോകുമ്പോ വിളിച്ചതാണ്, തെറി വിളിച്ചത്, വണ്ടി ഇരുന്ന് തെറി വിളിച്ചതാണ്. ഇവര് ഇറങ്ങി ചെന്നപ്പോ പടപടാന്ന് കത്തിയെടുത്ത് കുത്തിയെന്ന് അറിഞ്ഞത്. ഇതാരാണ് കുത്തിയത്? ഈ അർജുന്റെ ആരാണ് കുത്തിയത്? അർജുന്റെ ചിറ്റപ്പൻ, അപ്പന്റെ അനിയൻ. ഓക്കെ, നമ്മുടെ കുട്ടിയുടെ അച്ഛന് കാര്യമായ പരിക്കുണ്ടോ? എവിടെയൊക്കെയാണ് പരിക്കുള്ളത്? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? കാലില് പരിക്കേറ്റിട്ടുണ്ട്, 2 തുടയിലും പിന്നെ മുതുകിന്റെ പുറവശം വയറ്റിലും ഒരു പോറലായിട്ടുണ്ട്. കാര്യമായ പരിക്കുകളാണോ? അത് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണുണ്ടോ? ഇപ്പൊ എവിടെയാണ് ചികിത്സ? ആശുപത്രിയിലേക്ക് ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അകത്തിരിപ്പുണ്ട്. വിവരം അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആരും കാണാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളുള്ളത് വണ്ടിപ്പെരിയാർ ആശുപത്രിയിലാണോ? ആശുപത്രി വെളിയിലാണ് നിൽക്കുന്ന, അകത്ത് ആരും സമ്മതിക്കുന്നില്ല. കയറ്റിവിടാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല. എന്നെ പറക്കി എങ്ങനെയാണ് വേറെയായിട്ട് അറിയുന്നില്ല. പോലീസ് അവിടെ എത്തിയിട്ടുണ്ടോ? പോലീസ് ഈ സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല. ഈ ആക്രമിച്ച ആൾ ഒറ്റയാളായിരുന്നു, അതല്ല മറ്റു കൂടുതൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നു? അർജുന്റെ മറ്റു ബന്ധുക്കളൊപ്പം ഉണ്ടായിരുന്നു? ഒറ്റ ആളായിരുന്നു. ഈ പെൺകുട്ടിയുടെ പിതാവിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഒന്ന് പ്രതിരോധിക്കാനാണ്? പിതാവിന്റെ അച്ഛനുണ്ടായിരുന്നു. ശരി, എന്റെ കണ്ണന്റെ അച്ഛനുണ്ടായിരുന്നു. ശരി. ഈ കുത്തി ആക്രമിച്ച ആളുടെ പേര് അറിയാമോ? ഈ ചിറ്റപ്പന്റെ, അർജുന്റെ പാൽരാജ് എന്ന് പറയും. പാൽരാജ് അല്ലേ? അതെ. നിങ്ങളെല്ലാം അടുത്തടുത്താണോ താമസിച്ചുകൊണ്ടിരുന്നത്? അതെ. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പലപ്പോഴും വാക്കുതർക്കവും മറ്റും ഉണ്ടായിട്ടുണ്ടോ ഈ വിധിക്ക് ശേഷം? അല്ലല്ല. ഞങ്ങൾ ഇപ്പൊ അവര് താമസിക്കുന്ന ഒത്തിരി ദൂരെയാ താമസിക്കുന്നത്. ഞങ്ങളുടെ അടുത്തല്ല, ഞങ്ങളുടെ അടുത്ത് ആരും ഇപ്പം ഈ കേസ് വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്ത് ആരില്ല. ഈ കേസിന് ശേഷം പെൺകുട്ടിയുടെ കുടുംബം മാറിയായിരുന്നു താമസിച്ചിരുന്നത് അല്ലേ? അതെ. അപ്പൊ ഇന്ന് അവർ ഈ യാത്ര പോകുന്ന കാര്യമൊക്കെ മനസ്സിലാക്കി അവിടെ കാത്തു നിന്ന് ഇങ്ങനെ ആക്രമിച്ചു എന്നാണോ കരുതുന്നത്? അത് അറിയത്തില്ല, അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. ശരി, ഏതായാലും വിവാഹ ചടങ്ങില് പോകാനുള്ള മരണച്ചടങ്ങിന് പോകാനുള്ള യാത്രയിലായിരുന്നു. അതിനിടയിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെ ആക്രമിക്കുന്നു അല്ലേ? താങ്കളുടെ പേര് പറയാൻ കഴിയുമോ? എന്റെ പേര് ശങ്കർ. ഈ കണ്ണന്റെ അയ്യനാണ്. സഹോദരനാണല്ലേ? അതെ. സഹോദരനാണ്. ഓക്കെ, താങ്കളുടെ അച്ഛനും ജ്യേഷ്ഠനുമായിരുന്നു ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നത്? അതെ. ശരി, വ്യക്തമാവുന്നുണ്ട്. ഏതായാലും വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനാണിപ്പോൾ കുത്തേറ്റിരിക്കുന്നത്. കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും കൂടിയുള്ള യാത്രക്കിടയിൽ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി മുമ്പ് ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതാവിന്റെ സഹോദരൻ ചിറ്റപ്പനാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയ പാൽരാജ് എന്ന വ്യക്തിയാണ് ആക്രമിച്ചതെന്നാണ് വിവരം. ഏതായാലും അവിടെ ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഇത് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ തർക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇതുവരെയും ആ പ്രതിയെ പിടികൂടിയിട്ടില്ല. ആ പ്രതി ആക്രമണത്തിന് ശേഷം CPM ഓഫീസിലേക്ക് ഓടിപ്പോയി എന്നതുകൂടി ഈ പെൺകുട്ടിയുടെ ചിറ്റപ്പൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ ആരോപിക്കുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്.